എല്ലാവർക്കും സ്ട്രോബെറി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. കഴിഞ്ഞ ക്രിസ്മസിന് ഞങ്ങൾ 4 തരം വൈൻ റെസിപ്പികൾ ഷെയർ ചെയ്തിരുന്നു. 21 ദിവസം കൊണ്ട് തയ്യാറാക്കാവുന്ന മുന്തിരി വൈൻ, 10 ദിവസം കൊണ്ട് തയ്യാറാക്കാവുന്ന പഴം വൈനും അരിവൈനും, പിന്നെ വെറും 5 ദിവസം കൊണ്ട് തയ്യാറാക്കാവുന്ന പൈനാപ്പിൾ വൈൻ. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കി, നല്ല അഭിപ്രായങ്ങളാണ് എല്ലാവരും അറിയിച്ചത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ആ റെസിപ്പികൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഈ വർഷം മറ്റു 3 വൈൻ റെസിപ്പികളാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതിൽ ക്യാരറ്റ് വൈൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. ഇത് വെറും 10 ദിവസം കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിലേക്ക് 2 വലിയ സൈസ് ക്യാരറ്റ് തൊലി കളഞ്ഞ് നന്നായി കഴുകി അതിലെ വെള്ളം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്ററിന്റെ വലുതോ ചെറുതോ ആയ ഏത് ഹോളിൽ കൂടെ വേണമെങ്കിലും നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ ഗ്രേറ്ററും പ്ലേറ്റും ഒക്കെ നന്നായി കഴുകി തുടച്ചെടുക്കണം. ഈ രീതിയിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാതെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ക്യാരറ്റ് കൂടുതൽ അരഞ്ഞു പോയാൽ വൈൻ തെളിഞ്ഞു വരാൻ കൂടുതൽ സമയമെടുക്കും. അപ്പോൾ ഈ രീതിയിൽ ഗ്രേറ്റ് ചെയ്തിടുവാണെങ്കിൽ ക്യാരറ്റ് ഈ വൈനിൽ കിടന്ന് അലിഞ്ഞു പോകില്ല. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന വൈൻ ക്ലിയർ ആയിരിക്കും, കലങ്ങി കിടക്കില്ല. ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം 400 ഗ്രാം വെയിറ്റ് ഉണ്ട്. വലിയ സൈസുള്ള ഒരു 2-2.5 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താൽ 400 ഗ്രാം ക്യാരറ്റ് കിട്ടും. ഇതുപോലെ ക്യാരറ്റ് ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വൈൻ ഇടാനായി ഈ ഒരു കണ്ടെയ്നറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതൊരു സ്റ്റോൺ വെയർ പ്രോഡക്റ്റ് ആണ്. വൈൻ ഇടാനായി ഭരണിയോ അതല്ലെങ്കിൽ ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. വൈൻ ഇടാൻ എടുക്കുന്ന കണ്ടെയ്നർ നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കി എടുക്കണം. നല്ല വൃത്തിയുള്ള പാത്രം ഉപയോഗിച്ചില്ലെങ്കിൽ വൈൻ പെട്ടെന്ന് കേടായി പോകും. ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക്, അലുമിനിയം, ഇരുമ്പ് ഇവയുടെ ഒന്നും കണ്ടെയ്നേഴ്സ് വൈനിടാനായി എടുക്കരുത്. പിന്നെ അച്ചാറിടുന്ന ഭരണിയാണെങ്കിൽ അത് വൈനായിട്ട് എടുക്കാതിരിക്കുക. ഇനി നമുക്ക് വൈൻ ഇട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. പകുതി അളവ് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിലായി പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 400 ഗ്രാം തൊട്ട് 500 ഗ്രാം വരെയുള്ള അളവിൽ പഞ്ചസാര എടുക്കണം. ഞാനിവിടെ ഒരു 450 ഗ്രാം പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് തീരുമാനിക്കാം. ഈസ്റ്റ് പ്രോപ്പറായിട്ട് ഫെർമെന്റ് ചെയ്യണമെങ്കിൽ മധുരം വേണം. അതുകൊണ്ട് പഞ്ചസാരയുടെ അളവ് ഒത്തിരി അങ്ങ് കുറയ്ക്കരുത്. അങ്ങനെ ചെയ്താൽ വൈന് ടേസ്റ്റ് ഉണ്ടാവില്ല. അഥവാ നിങ്ങൾക്ക് നല്ല മധുരമുള്ള വൈനാണ് ഇഷ്ടമെങ്കിൽ വൈൻ ഊറ്റിയതിന് ശേഷം കുറച്ച് പഞ്ചസാര ചേർക്കുക. അല്ലെങ്കിൽ ആ സമയത്ത് പഞ്ചസാര കരിച്ച് ചേർത്താലും മതി. ഇപ്പൊ ഒരു പകുതി പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായി ബാക്കിയിരിക്കുന്ന ക്യാരറ്റ് കൂടി ചേർക്കാം. ഇതിന് മുകളിലായി ബാക്കിയിരുന്ന മുഴുവൻ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ആണ് ചേർക്കുന്നത്. 3 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട. സ്പൈസസിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അത്ര ഇഷ്ടമില്ലെങ്കിൽ ഇതിന്റെ എണ്ണം കുറച്ച് കുറയ്ക്കാം. ഇനി ഇതിലേക്ക് ഗോതമ്പാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മുളപ്പിച്ച ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ചേർക്കുന്ന ഗോതമ്പ് മുളപ്പിച്ചോ മുളപ്പിക്കാതെയോ ചേർക്കാം. നമ്മൾ ഈ വൈന് വെറും 10 ദിവസം കൊണ്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വൈന് നല്ല വീര്യം കിട്ടാൻ വേണ്ടിയാണ് ഗോതമ്പ് മുളപ്പിച്ച് ചേർക്കുന്നത്. ഗോതമ്പ് മുളപ്പിച്ചെടുക്കാനായി ആവശ്യത്തിനുള്ള ഗോതമ്പ് എടുത്ത് നന്നായി കഴുകുക. 6 തൊട്ട് 8 മണിക്കൂർ വരെ വെള്ളത്തിൽ കുതിർക്കുക. അതിനുശേഷം വെള്ളത്തിൽ നിന്ന് മാറ്റി എന്നാൽ നനവോടുകൂടി തന്നെ 10 തൊട്ട് 12 മണിക്കൂർ വരെ വെക്കുക. എല്ലാ ഗോതമ്പും മുളച്ച് കിട്ടും. പിന്നെ ഇത് മുളയ്ക്കാൻ എടുക്കുന്ന സമയം ഗോതമ്പിന്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. നല്ല ക്വാളിറ്റിയുള്ള ഗോതമ്പാണെങ്കിൽ ഈ ഒരു സമയം കൊണ്ട് തന്നെ മുളച്ച് കിട്ടും. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരാണ് ചേർക്കുന്നത്. നാരങ്ങാ നീരെടുക്കുമ്പോൾ അതിലെ കുരു ഒന്നും വീഴാതെ ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്താൽ നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർക്കാം. ഞാനിവിടെ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണെങ്കിലും മതി. ഞാനിവിടെ ചെറിയ തരിയുള്ള ഈസ്റ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് അത് ഇതിൽ ഡയറക്റ്റ് ഇട്ടാൽ ഫെർമെന്റ് ആയിക്കൊള്ളും. നിങ്ങൾ വലിയ തരിയുള്ള ഈസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഈസ്റ്റും കൂടെ ഇട്ട് അരമണിക്കൂർ മാറ്റി വെച്ച് പൊങ്ങിയതിന് ശേഷം ചേർക്കുക. അവസാനമായിട്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് വെള്ളമാണ്. 1 ലിറ്റർ വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് വെള്ളം എടുക്കുമ്പോൾ നന്നായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ എടുക്കണം. നല്ല വെള്ളം എടുത്തില്ലെങ്കിൽ വൈൻ പെട്ടെന്ന് കേടായി പോകും. ആ ഒരു ഭരണി നിറഞ്ഞു നിൽക്കരുത്. ആ ഭരണിയുടെ മുകളിൽ നിന്നും 2-3 ഇഞ്ച് താഴ്ന്നു വേണം വെള്ളം നിൽക്കാൻ. എയർ സർക്കുലേഷന് വേണ്ടിയാണ് ഇത്. ചില വൈനുകൾ ഫെർമെന്റേഷന്റെ ടൈമിൽ പൊങ്ങും. അപ്പോൾ ഇതുപോലെ ഒരു ഗ്യാപ്പ് ഇട്ടില്ലെങ്കിൽ ഭരണിക്ക് പുറത്തു പോകും. അതുകൊണ്ട് ഏത് വൈൻ ഇടുമ്പോഴും ഇതുപോലെ ഒരു സ്പേസ് ഇട്ടിട്ട് വേണം ഫിൽ ചെയ്യാൻ. ഇപ്പോൾ വൈനിലേക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് ഇളക്കിയാൽ മതി. നന്നായി കഴുകി തുടച്ച് വൃത്തിയാക്കിയ ഒരു തടിത്തവിയാണ് ഉപയോഗിക്കേണ്ടത്. വൈൻ ഇളക്കാൻ വേണ്ടി എടുക്കുന്ന തവി പ്രത്യേകം ഒന്ന് മാറ്റി വെക്കുന്നത് നല്ലതാണ്. മറ്റു കറികളൊക്കെ ഇളക്കാൻ ഉപയോഗിക്കുന്ന തവിയാണെങ്കിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമേ വൈൻ ഇളക്കാവൂ. ഇതിപ്പോൾ 1-2 മിനിറ്റ് അടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം.
ഇതിലിപ്പോൾ ചേർത്ത പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു വരണം. ഇതിന് എല്ലാ ദിവസവും ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് 1-2 ദിവസം വിട്ടുപോയെന്നും കൊണ്ട് വൈൻ കേടായൊന്നും പോകത്തില്ല. എങ്കിലും എല്ലാ ദിവസവും ഇളക്കാൻ ശ്രമിക്കുക. ഇതിപ്പോൾ നന്നായി ഇളക്കി കഴിഞ്ഞു. ഇനി ഇത് അടച്ചു വയ്ക്കാം. വൈൻ ഇടുന്ന ഭരണി ഒരിക്കലും ടൈറ്റായിട്ട് അടച്ചു വയ്ക്കരുത്. കാരണം ഇതിനുള്ളിൽ എയർ സർക്കുലേഷൻ നടക്കണം. ഫെർമെൻറ്റേഷൻ്റെ സമയത്തുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകണം. ടൈറ്റായിട്ട് അടച്ചു വെച്ചാൽ ഭരണിക്കുള്ളിൽ പ്രഷർ നിറഞ്ഞിട്ട് ഭരണിക്ക് പുറത്തോട്ട് ഓവർഫ്ലോ ആകാം. ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബോട്ടിൽ പൊട്ടിപ്പോയെന്നും വരാം. സാധാരണ നോർമൽ ഭരണിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ അടപ്പ് ടൈറ്റ് അല്ല, അപ്പോൾ അതിന് പ്രശ്നമില്ല. ഇനി ഗ്ലാസ് ബോട്ടിൽസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ അടപ്പ് ടൈറ്റാക്കി വെക്കരുത്. പിന്നെ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിതിൻ്റെ അടപ്പ് ഇങ്ങനെ ടൈറ്റാക്കി വെക്കാത്തത് കൊണ്ട് ഇതിനുള്ളിൽ ഈച്ച, ഉറുമ്പ്, മറ്റു പ്രാണികളൊക്കെ കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായി ഒരു തുണി കൊണ്ട് ഇത് അടച്ച് കെട്ടിവെക്കണം. ഇപ്പോൾ നമ്മൾ അടച്ചു വെച്ച് ഈ ഭരണി ഇനി ചൂടുള്ള സ്ഥലത്തൊന്നും കൊണ്ടേ വെക്കരുത്. അതായത് അടുപ്പിനടുത്തൊന്നും വെക്കരുത്. നോർമൽ ടെമ്പറേച്ചറുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്കണം. അഥവാ നിങ്ങൾ ഗ്ലാസ് ബോട്ടിലാണ് വൈൻ ഇടുന്നതെങ്കിൽ അത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് സൂര്യപ്രകാശം അടിക്കാതെ ഷെൽഫിനുള്ളിൽ സൂക്ഷിക്കണം. ഇനി ചെയ്യാനുള്ളത് ഇത് എല്ലാ ദിവസവും ഇളക്കി കൊടുക്കുകയാണ്. പറ്റുമെങ്കിൽ ഒരേ സമയത്ത് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതായത് രാവിലെയാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാ ദിവസവും രാവിലെ, വൈകിട്ടാണെങ്കിൽ എല്ലാ ദിവസവും വൈകിട്ട് ഇളക്കി കൊടുക്കുക. ആദ്യത്തെ 2-3 ദിവസമാണ് ഈസ്റ്റ് ഫെർമെൻറ്റേഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അത് നമുക്ക് കാണാനും മനസ്സിലാക്കാനും പറ്റും. കാരണം ഇത് തുറക്കുമ്പോൾ നിറയെ ബബിൾസ് ആയിരിക്കും. ഇളക്കി കൊടുക്കുമ്പോൾ പതഞ്ഞു പൊങ്ങി വരും. അത് കഴിഞ്ഞ് ഓരോ ദിവസം ചെല്ലും തോറും ഇത് കുറഞ്ഞു വരും. ഇതിപ്പോൾ 2ാമത്തെ ദിവസമാണ്. ഇതിൽ നന്നായി ഈസ്റ്റ് ഫെർമെൻറ്റേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ രീതിയിൽ പതഞ്ഞു പൊങ്ങി വരുന്നത്. നന്നായി അടി ചേർത്ത് 1 മിനിറ്റ് ഇളക്കി കൊടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഇളക്കാനെടുക്കുന്ന തവി വൃത്തിയായിരിക്കണം, കഴുകി തുടച്ചതായിരിക്കണം. ഇനി ഇതടച്ച് വീണ്ടും മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ 9ാമത്തെ ദിവസമാണ്. ചെറിയ കുമിളകളൊക്കെ വരുന്നുള്ളൂ. ഫെർമെൻറ്റേഷൻ പ്രോസസ്സിൻ്റെ ആദ്യ സ്റ്റേജുകളൊക്കെ കഴിഞ്ഞു. നല്ല വൈൻ്റെ മണം ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. ഇത് 1 മിനിറ്റ് അടിച്ചേർത്ത് ഇളക്കിയിട്ട് വീണ്ടും അടച്ച് മാറ്റി വയ്ക്കാം. അതായത് ഇപ്പോൾ 11ാമത്തെ ദിവസമാണ്. നമ്മുടെ വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇളക്കി യോജിപ്പിക്കേണ്ട. അത് കലങ്ങാതെ വളരെ സാവധാനത്തിൽ ഒരരിപ്പയിലൂടെ നമുക്കൊന്ന് അരിച്ചു മാറ്റാം. എന്തെങ്കിലുമൊക്കെ മട്ട അടിയിലുണ്ടെങ്കിൽ അത് ഇതിലേക്ക് വരാതെ സാവധാനത്തിൽ ഈ ഭരണി ഒത്തിരി ഇളകാതെ നമുക്ക് ഊറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ അരിപ്പയിലൂടെ അരിച്ചതിന് ശേഷം പറ്റുമെങ്കിൽ ഒരു തുണിയിൽ കൂടെ ഇത് അരിച്ചെടുക്കണം. അടിഭാഗത്തുള്ള മട്ട് ഒഴിക്കേണ്ട. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ അരിപ്പയിലുള്ളത് നമ്മൾ ഞെക്കിപ്പിഴിഞ്ഞ് ഇതിലോട്ട് ഒഴിക്കണ്ട. കാരണം ഇപ്പോൾ അത്യാവശ്യം തെളിഞ്ഞിരിക്കുന്ന ഈ വൈന് കലങ്ങിപ്പോകും. അപ്പോൾ അത് നിങ്ങൾക്ക് ഞെക്കിപ്പിഴിഞ്ഞെടുക്കണമെങ്കിൽ എടുക്കുക. അത് വേറൊരു പാത്രത്തിലേക്ക് എടുക്കുക. എന്നിട്ട് അത് ഇതിൻ്റെ കൂടുതൽ ചേർക്കരുത്. അത് സെപ്പറേറ്റ് വെച്ച് തന്നെ ഉപയോഗിക്കാം. ഇതിനി 2-3 ദിവസം അനക്കാതെ വെച്ചിരുന്നാൽ നന്നായിട്ട് തെളിഞ്ഞു വരും. അപ്പോൾ നമുക്കിത് ചെറിയ കുപ്പികളിലാക്കി വെക്കാം. അതല്ലെങ്കിൽ നമ്മളിപ്പം വൈനിട്ട കണ്ടെയ്നറിലോട്ട് തന്നെ ഒഴിച്ചു വെച്ചാലും മതി. അത് കഴുകണമെന്നില്ല. നന്നായിട്ട് തുടച്ചെടുത്തിട്ട് അതിലോട്ട് ഒഴിച്ചു വെച്ചാലും മതി. ഞാനിപ്പോൾ ഇതുപോലൊരു കുപ്പിയിലേക്ക് ഒഴിച്ചു വയ്ക്കുകയാണ്. വൈൻ എപ്പോഴും ഗ്ലാസ് ബോട്ടിൽ വേണം സൂക്ഷിക്കാൻ. ഇതുപോലത്തെ ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഷെൽഫിനുള്ളിൽ തന്നെ സൂക്ഷിക്കണം. അതല്ലെങ്കിൽ ഡാർക്ക് കളർ ബോട്ടിൽസ് യൂസ് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ നല്ല വീര്യമുണ്ട് ഇതിന്. 2 ലിറ്ററിന്റെ ഭരണിയാണ് നമ്മൾ എടുത്തിരുന്നത്. ഈ ഒരളവിൽ ഉണ്ടാക്കിയാൽ 1.25 ലിറ്റർ വൈൻ കിട്ടും. ഈ കുപ്പി അനക്കാതെ 2 ദിവസം ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഈ വൈൻ നല്ല ക്ലിയർ ആയി വരും. കുപ്പി അനക്കാതെ അതിൽ നിന്നും വൈൻ ഒഴിച്ചെടുത്താൽ മതി. നല്ല ക്ലിയർ വൈൻ കിട്ടും. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ പഞ്ചസാര കരിച്ചൊഴിക്കാം. ചെറിയൊരു കളർ കിട്ടും. അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട്. നല്ല വീര്യമുള്ള നല്ല അടിപൊളി വൈനാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യും. ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി.